കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ ലഹരി ഉപയോഗത്തെ തുടച്ചു നീക്കുവാനായി കഠിനമായി പ്രയത്നിക്കുന്നുവെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള തൂഫാൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായി മാറിയ തൂഫാൻ പദ്ധതിയെ നെഞ്ചിലേറ്റി പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 300ഓളം സ്കൂളുകളിലും 30ലധികം കോളേജുകളിലും ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തൂഫാൻ വാരിയേഴ്സ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ ഡിവൈഎസ്പിമാർ, ഇൻസ്പെക്ടർ, SHOമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂളിലെ ലഹരി വിരുദ്ധ ആചരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേക അസംബ്ലിയോടുകൂടി ആചരിച്ചു. പ്രഥമാധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. എല്ലാ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. ലഹരി വിരുദ്ധ ചങ്ങല, ലഹരി വിരുദ്ധ ദീപം തെളിയിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണത്തിൽ പങ്കാളികളായി. SPC, NCC കേഡറ്റുകൾ, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് എന്നിവർ ഉൾപ്പെടെ ചേർന്ന് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബുകൾ നടത്തി. ഫ്ലാഷ് മോബുകൾ പൊതുജനങ്ങളുടെ സജീവ ശ്രദ്ധയെ ആകർഷിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.